ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇനിയുള്ള പാർട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അസുരൻ്റെ വധു ഭാഗം 9. രചന ഫൗസിയ നൗഷാദ്. ദിവസം അടുക്കുന്തോറും കൃഷ്ണയുടെ ഹൃദയത്തിൽ ഒരു നീറ്റൽ. ഇനി 2 ദിവസം കൂടെ മാത്രം. കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. കണ്ണടച്ചാൽ ആദിയുടെ മുഖം മാത്രം. കുഞ്ഞിക്കണ്ണും മീശയും ട്രിം ചെയ്ത താടിയുമൊക്കെയുള്ള സുന്ദരൻ. ചിരിച്ചാൽ നല്ല രസമാവും, പക്ഷേ ചിരിക്കണ്ടേ ആ ഹിറ്റ്ലർ? കല്യാണമാകുമ്പോൾ ഒരു പെണ്ണിന് കുറേ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവില്ലേ? അതൊക്കെയുണ്ട്. ഭർത്താവിനെക്കുറിച്ച് ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ച് സങ്കല്പമുണ്ട്. ഒരച്ഛൻ്റെ സ്നേഹം അറിഞ്ഞ് കൊതി തീർന്നില്ല. പെട്ടെന്നൊരു ദിവസം എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താ മക്കളെ കാണാൻ വരാതിരുന്നത് അച്ഛൻ? ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്ന് കൊതിക്കാത്ത ദിവസങ്ങളില്ല. 8 വയസ്സിൽ കണ്ടതാണ് അച്ഛനെ, പിന്നീട് കണ്ടിട്ടില്ല. അമ്മയുമായി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും എവിടെയാവും പോയിരിക്കുക? അച്ഛനെ കല്യാണത്തിന് ക്ഷണിക്കാൻ അമ്മയും മാമനും തിരക്കി, പക്ഷേ ഒരറിവുമില്ല. ഈശ്വര, കല്യാണ ദിവസം അച്ഛൻ വരണേ, കൈപിടിച്ചു കൊടുക്കാൻ മുമ്പിലുണ്ടാവണേ. അവൾക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി. ആദിയേട്ടന് ആ സ്ഥാനമാവാൻ പറ്റിയില്ലെങ്കിലും ആ സ്നേഹത്തിൻ്റെ കുറച്ചെങ്കിലും തരാൻ പറ്റുമായിരിക്കുമോ? തീരെ സ്നേഹമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഭർത്താവും മക്കളും ഒക്കെയായി ജീവിക്കണം. പക്ഷേ ഇവിടം വിട്ടു പോകുന്നതോർക്കുമ്പോൾ ഒരു വേദന. പക്ഷെ പോയല്ലേ പറ്റൂ. ഓരോന്നോർത്ത് എപ്പോഴോ കൃഷ്ണ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി വന്ന് അമ്മയെ സഹായിച്ചു. പന്തലൊക്കെ ഇടാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് കാറിൻ്റെ ശബ്ദം. കൃഷ്ണ ആരാണെന്ന് അത്ഭുതപ്പെട്ട് നോക്കുമ്പോഴേക്കും പെട്ടിയും കിടക്കയും ഒക്കെയായി ഐശ്വര്യ. അവൾ ഓടി വന്ന് കൃഷ്ണയെ കെട്ടിപ്പിടിച്ചു. ഞാൻ വന്നടി പെണ്ണേ, കല്യാണം നമുക്ക് പൊളിക്കണ്ടേ? അവൾക്ക് പുറകെ മത്തായിച്ചനും അഞ്ജലിയും ആദമും ഉണ്ട്. എല്ലാവരെയും കണ്ട് ലക്ഷ്മിയമ്മയ്ക്കും സന്തോഷമായി. അടുത്ത ബന്ധുക്കളില്ല എന്ന പരാതി വേണ്ട. എന്താ വൈകിയതെന്ന് ആലോചിക്കുകയായിരുന്നു ഞങ്ങൾ. വന്നല്ലോ, സന്തോഷമായി, ലക്ഷ്മിയമ്മ പറഞ്ഞു. എങ്ങനെയാ ചേച്ചി വരാതിരിക്കുക? അതും അച്ചുമോളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്. ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ലല്ലോ, കൃഷ്ണ ഞങ്ങളുടെ മോള് കൂടെയല്ലേ, അപ്പോൾ ഞങ്ങൾ വേണ്ടേ? നീങ്ങ വന്നേ കിച്ചു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അച്ചു അവളുടെ കൈ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. അതെ, നാളെയാണ് നിൻ്റെ കല്യാണം. നിനക്ക് വല്ലതും അറിയോ? നാളെയാണ് എൻ്റെ കല്യാണം എന്ന് എനിക്ക് നീ പറഞ്ഞിട്ട് വേണോടി അറിയാൻ? അതല്ലടി മോളെ, കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടല്ലോ. ചടങ്ങോ? കൃഷ്ണ അത്ഭുതപ്പെട്ടു. ഫസ്റ്റ് നൈറ്റ്. ഒറ്റ ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ, ഇവിടെ മനുഷ്യന് ടെൻഷനായിട്ട് വയ്യ. ഹിറ്റ്ലർ നേരെ ഒന്നും മിണ്ടി പോലും ഇല്ല എന്നോട്. ഏതാണെന്നൊന്നും അറിയില്ല. അതൊന്നും നീ പേടിക്കണ്ട. ഏതൊരു കടുവയുടെ ഉള്ളിലും ഒരു ലോലഹൃദയം ഉണ്ടാവടി. റൊമാൻസ് ഇഷ്ടമല്ലാതിരിക്കില്ല, എനിക്കുറപ്പാ. ഉവ്വേ, കണ്ടറിയാം. നീ പേടിക്കണ്ടടി കൃഷ്ണേ, അങ്ങനെ ഒന്ന് പ്രലോഭിച്ചാൽ മതി. അതിലെ വീഴാത്ത ആണുങ്ങളുണ്ടോ? നീ ചവിട്ട് വാങ്ങും പെണ്ണെ, പൊക്കോ. ആദം കൃത്രിമമായി ചുവച്ചു. കൃഷ്ണയും അച്ചും ചെറിയ ചിരിയോടെ അവനെ നോക്കി. എന്താ രണ്ടും കൂടി ഇവിടെ ഒരു ചുറ്റിക്കളി? എൻ്റെ അച്ചു, നീ കൊച്ചിന് നാശാക്കുമോ? ഇവള് ആൾറെഡി നാശമായിരിക്കും അച്ചായ. എന്നതാടി? അല്ല, ഞാനിവൾക്ക് കുറച്ച് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എൻ്റെ കൃഷ്ണനെ, നീ പെണ്ണ് പറയുന്നൊന്നും കേൾക്കല്ലേ, വഴി തെറ്റിക്കും. അത് പിന്നെ എനിക്കറിയില്ല ഇച്ചായ. ഇപ്പം രണ്ടും ഒന്നായി. ഞാൻ പോവാ, ഇനി ഓരോന്ന് ചോദിച്ചു വാ. അച്ചു പിണങ്ങി എണീറ്റു. ധ്രുവയും അഗ്നിയും അച്യുതനും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ആകെ ഒരു ബഹളം തന്നെയായിരുന്നു. ഏറെ വൈകിയാണ് അന്ന് എല്ലാവരും കിടന്നത്. അതിൻ്റെ കൂടെ നാളെ എന്താ സംഭവിക്കുന്നതെന്ന ടെൻഷനും ഒക്കെയായി കൃഷ്ണയ്ക്ക് നല്ലപോലെ ഉറങ്ങാനും പറ്റിയില്ല. ആദ്യം ഒരു വട്ടമെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരാളുടെ കൂടെ ലൈഫ് മുഴുവൻ. അല്ല, എന്താ യഥാർത്ഥ സ്വഭാവമെന്ന് ഇതുവരെ മനസ്സിലായില്ല. പിന്നെ എന്തിനായിരുന്നു ഈ സാഹസമൊക്കെ? അറിയില്ല. കണ്ടു, ഇതുവരെ ആരോടും തോന്നാത്ത ഒരിഷ്ടം തോന്നി. തൻ്റെ പ്രണയം അവനുള്ളതാണെന്ന ഒരു തോന്നലുണ്ടായി. അതിൻ്റെ പേരിലായിരുന്നില്ലേ ഇതെല്ലാം? ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഗൗരവമറിയാതെ അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. വിവാഹ ദിവസം ആകെ ബഹളമയം. ആദിയുടെ വീട്ടുകാർ അറേഞ്ച് ചെയ്ത ബ്യൂട്ടീഷ്യൻ വന്ന് കൃഷ്ണയെ ഒരുക്കി. മജന്ത കളർ സാരിയിൽ അവളുടെ ഭംഗി എടുത്തറിഞ്ഞു. അധികം ആഭരണങ്ങളും ആഡംബരവും ഒന്നുമില്ലാത്ത സിമ്പിൾ ലുക്ക്. ആരും കണ്ണു വയ്ക്കുന്ന നിഷ്കളങ്ക സൗന്ദര്യം. ഐശ്വര്യയും കൃഷ്ണയുടെ അനിയത്തി ദേവിയും ബ്ലാക്കിൽ വൈറ്റ് ബീഡ്സ് വെച്ച ഗൗണും ലക്ഷ്മിയമ്മ നീല സാരിയുമായിരുന്നു വേഷം. ആദമും ധ്രുവയും അഗ്നിയും ബ്ലാക്ക് ഷർട്ടും വൈറ്റ് പാൻസും ഇൻസേർട്ട് ചെയ്ത് നല്ല ഗെറ്റപ്പ് ലുക്ക്. അനുരാധയെ മുറിയിലാക്കി ലോക്ക് ചെയ്തു. അവളിപ്പോഴും കോമയിൽ തന്നെ. സഹോദരിയുടെ അവസ്ഥ കൃഷ്ണയ്ക്ക് വേദന തന്നെയായിരുന്നു. കൃഷ്ണയും കൂട്ടി എല്ലാവരും അമ്പലത്തിലേക്ക് വന്നു.
ഇനിയുള്ള ജീവിതം എന്താണെന്നറിയില്ല. പക്ഷെ അച്ഛനൊപ്പം വേണമെന്ന ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം സാധിച്ചു തരണേ ഈശ്വര. അത് മാത്രമേ അവൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞുള്ളൂ. നിറഞ്ഞു വന്ന കണ്ണുകൾ ഒപ്പുമ്പോൾ പുറകെ അച്ചു വന്നു നിന്നു. എനിക്കറിയാം കൃഷ്ണേ, എന്താ നിന്റെ പ്രാർത്ഥനയെന്ന്. നീ വിഷമിക്കേണ്ട, അച്ഛൻ വരും. അച്ഛന് വരാതിരിക്കാൻ പറ്റോ? ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾ കൃഷ്ണയെ ആശ്വസിപ്പിച്ചു. വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവർ ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു. ബന്ധുക്കളെ സ്വീകരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അച്ഛനെ പരതി. പക്ഷേ അവിടെയെങ്ങും തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. കൃഷ്ണയ്ക്ക് നിരാശയേറി. അധികം ബന്ധുക്കളില്ലെങ്കിലും ഉള്ളവരൊക്കെ നല്ല രീതിയിൽ തന്നെ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. കൃഷ്ണ ആകെ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അച്യുതന്റെ ഭാര്യ ശ്രീകല അവളുടെ സമീപം വന്നത്. വില കൂടിയ സാരിയും ആഭരണങ്ങളുമായിരുന്നു അവരുടെ വേഷം. അച്യുതൻ അത്ര ആഡംബരമില്ലാത്ത സാധാരണ മനുഷ്യനാണെങ്കിൽ ചമഞ്ഞു നടക്കാൻ ഏറെ ഇഷ്ടമുള്ള സ്ത്രീയാണവർ. ആൺമക്കൾ അവരുടെ ഇഷ്ടമറിഞ്ഞ് വില കൂടിയ സാരികളും ആഭരണങ്ങളും വാങ്ങിക്കൊടുക്കുന്നു. അവർ അല്പം കൗതുകത്തോടെ കൃഷ്ണയുടെ സമീപം വന്നു. ആദ്യം നോക്കിയത് അവളുടെ ആഭരണങ്ങളിലേക്കാണ്. അവളുടെ ദേഹത്ത് കിടന്ന സ്വർണം പിടിച്ചു നോക്കി. ഇത് കൊള്ളാമല്ലോടി, പുതിയ ഡിസൈൻ ആണല്ലോ. എത്ര പവൻ വരും? മാമിക്ക് എൻ്റെ സ്വർണത്തിൻ്റെ കണക്കെടുപ്പ് നടത്തലാണോ പണി? ഒട്ടും വിട്ടുകൊടുക്കാതെ കൃഷ്ണ ചോദിച്ചതും അവരുടെ മുഖം കറുത്തു. ഓ, കണ്ടില്ലേ അവളുടെ ധിക്കാരം. നല്ലൊരു കുടുംബവും പണവും കണ്ടപ്പോൾ അവൾ അങ്ങ് നല്ല പിള്ളയായി. അത് ഞാൻ അങ്ങോട്ടല്ലേ മാമി പറയേണ്ടത്. പഴയ കണക്കുകളൊന്നും നല്ല ദിവസമായിട്ട് എടുപ്പിക്കരുത് പ്ലീസ്. അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല. ലക്ഷ്മി അമ്മയുടെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവരെ നോക്കിയത് ഒരേ ഒരാങ്ങള അച്യുതനാണ്. അവരെ വിവാഹം കഴിച്ച് അയച്ചതൊക്കെയും അദ്ദേഹമാണ്. പക്ഷേ അച്യുതൻ്റെ ജീവിതത്തിലേക്ക് ശ്രീകല വന്ന ശേഷം എല്ലാം മാറി. ഒരു സാധാരണ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടു വന്നതാണെങ്കിലും അവിടെ വന്ന ശേഷം അവർ ആകെ മാറി. കുടുംബസ്വത്തുക്കൾ ഉള്ളതുകൊണ്ട് അവർ അത് മുതലെടുത്തു. ലക്ഷ്മിയമ്മയെ അവർക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. പതിയെ അവർ ലക്ഷ്മിയമ്മയോട് അകൽച്ച കാണിച്ചു തുടങ്ങി. അത് മനസ്സിലായ ലക്ഷ്മിയും പിന്നീട് അവിടേക്കുള്ള വരവ് കുറച്ചു. അങ്ങനെ അവർ അകലുകയായിരുന്നു. ആവുന്ന പോലെയൊക്കെ അവർ ലക്ഷ്മിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞ ഓർമ്മകൾ അവളെ വേദനിപ്പിച്ചു. ചിന്തകൾ മാറ്റി അവൾ പഴയ പോലെയായി. അതാണ് കൃഷ്ണ. ചെറുക്കൻ കൂട്ടർ വന്നെന്ന് കേട്ടതും അവളുടെ നെഞ്ചിടിപ്പ് ഒരു വേള വർദ്ധിച്ചു. കൃഷ്ണയുടെ മാമി അച്യുതന്റെ ഭാര്യ ശ്രീകലയും ആങ്ങളമാരുടെ സ്ഥാനത്ത് നിന്ന് അഗ്നിയും ധ്രുവയും കൂടെ ചെക്കൻ്റെയും കൂട്ടരെയും അകത്തേക്ക് ആനയിച്ചു. ആദ്യ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി അച്ഛനും അമ്മയോടൊപ്പം സദസ്സിനെ വണങ്ങി വലം വെച്ചു. ആദിയുടെ പെരുമാറ്റം ഓർത്ത് അവർക്ക് രണ്ടുപേർക്കും ഭയമുണ്ടായിരുന്നെങ്കിലും അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഈ സമയം ആരുഷി അവളുടെ അടുത്തേക്ക് വന്നു. മെല്ലെ അവളുടെ കവളിൽ ചുണ്ടമർത്തി ചുംബിച്ചു. കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. ഏട്ടം വീഴാൻ ഇത് തന്നെ ധാരാളം, അവൾ കുസൃതിയോടെ പറഞ്ഞു. ഒന്ന് പൊടി പെണ്ണെ, ആ ഹിറ്റ്ലർ ഇത് കണ്ടിട്ട് വീണത് തന്നെ, അവൾ അല്പം ശബ്ദത്തോടെ പറഞ്ഞെങ്കിലും ആദിയുടെ മറ്റു പെങ്ങന്മാർ അത് കേട്ടു. അവൾ ആരുഷിയെ നോക്കി. അവൾ പുഞ്ചിരിയോടെ കണ്ണടച്ചു കാണിച്ചു. അധികം ബന്ധുക്കളില്ലെങ്കിലും ഉള്ളവരൊക്കെ നല്ല രീതിയിൽ തന്നെ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. മുഹൂർത്തമായതും വധുവിനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛന് പകരം നിന്നത് അവളുടെ മാമൻ തന്നെയായിരുന്നു. അച്ഛനൊരു വേദനയായി അവളുടെ മനസ്സിൽ നിന്നു. മണ്ഡപത്തിൽ ആദിഷിന് സമീപം ഇരിക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവൾക്ക് നേരെ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത് മുഴുവൻ അവരുടെ ബന്ധുക്കളാണ്. അവൾ ആദിയെ ഒന്ന് പാളി നോക്കി. ചന്ദന കളർ ജുബയും മുണ്ടുമായിരുന്നു വേഷം. അതവൻ്റെ നിറത്തോട് യോജിച്ചു. ആ വേഷത്തിലും അവൻ്റെ വർക്കൗട്ട് ചെയ്ത ബോഡി ഫിറ്റായിരുന്നു. അവൻ്റെ കുഞ്ഞിക്കണ്ണുകളും ഡ്രിം ചെയ്ത താടിയും. മീശ ചെറുതായി പിരിച്ചു വെച്ചിരുന്നു. ആകെ നല്ല ചെത്തുവേഷം. കൃഷ്ണ, നീ ഇങ്ങനെ വായി നോക്കല്ലേ, നിന്റെ പ്രോപ്പർട്ടി തന്നെയാ, നോക്കാൻ ഇനിയും സമയമുണ്ട്, കൺട്രോൾ, അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോഴും അവൻ്റെ മുഖത്ത് വലിയ പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അഗ്നിസാക്ഷിയായി അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. കണ്ണുകളടച്ച് കൈകൂപ്പി അവളത് സ്വീകരിച്ചു. അവൻ അവളുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി. അവളെ നോക്കി അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം നിഗൂഢമാണെന്ന് അവൾക്ക് തോന്നി. അവൻ നൽകിയ പുടവ അവൾ സ്വീകരിച്ചു. മാമൻ തന്നെ അവൻ്റെ കൈകളിലേക്ക് അവളുടെ കൈകൾ ചേർത്ത് വെച്ചു. ആ സമയം അവളുടെ കണ്ണുകൾ ചെറുതായി നനഞ്ഞിരുന്നു. അവർ രണ്ടുപേരും അഗ്നിയെ വലം വെച്ചു. ആ സമയം പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷവും ഒപ്പം ദുഃഖവും അവളുടെ മനസ്സിൽ അലയടിച്ചു. അവൾ നന്ദുവിനെ കണ്ടു. അവൻ വേദിയിൽ ഒരു വശത്തായി ഒതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഒരുതരം പകയും ദുഃഖവും അവൾ തിരിച്ചറിഞ്ഞു. അവൻ്റെ കണ്ണും കൃഷ്ണയിലായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് ആദിയുടെ പെങ്ങന്മാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അവർ കിട്ടിയ അവസരം മുതലെടുത്ത് ആകെ കളറാക്കി. അവർ കൃഷ്ണയെയും വലിച്ചു കൊണ്ടുപോയി. അല്പം അടിച്ചെങ്കിലും അവളും അവരോടൊപ്പം കൂടി. ഫോട്ടോ സെഷനിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. ഒന്ന് ചേർന്ന് നിൽക്കും മോനെ, അല്പം മാറി നിന്ന ആദിഷിനോട് ക്യാമറാമാൻ പറഞ്ഞു.
എല്ലാവരും കഴിക്കാൻ പോവാൻ നേരം നന്ദു ആദിയുടെ സമീപം വന്നു. അവൻ ആദിയോട് സ്വകാര്യം പറയും പോലെ അടുത്തു. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ വേണമായിരുന്നല്ലേ ഏട്ടന്? നന്ദു പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ ആദി അവനെ നോക്കി. അപ്പോഴേക്കും അവൻ പിന്തിരിഞ്ഞു പോയിരുന്നു. അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. കഴിക്കാനിരിക്കുമ്പോൾ ആദി അവളുടെ കാതോടം ചേർന്ന് മെല്ലെ പറഞ്ഞു, നീ ഞാൻ കരുതിയ പോലെ അല്ലല്ലോടി, എക്സ്ട്രാ ഓർഡിനറി. അങ്ങനൊന്നും ഇല്ല ഏട്ടാ, ഞാൻ വെറുതെ. ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, സ്മാർട്ട്. ഓക്കെ, ഡോണ്ട് ബി എക്സ്ട്രാ സ്മാർട്ട്. അവൻ അതേ ഗൗരവത്തോടെ പറഞ്ഞു. അവൻ്റെ സ്വഭാവം എന്താണെന്ന് അപ്പോഴും അവൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നന്ദു അവനോട് എന്താവും പറഞ്ഞതെന്ന ടെൻഷൻ അവളിലുണ്ടായി. ഇറങ്ങാൻ നേരം ലക്ഷ്മിയമ്മയെ അവൾ മുറുകെ പിടിച്ചു. പോയി വാ മോളെ, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും രണ്ടുപേർക്കും. അവർ അവളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അമ്മയ്ക്കും ദേവിക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അച്ചു അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നിട്ടും അവൾ പുഞ്ചിരിച്ചു. ഇനി എന്നാടി പെണ്ണെ കാണുന്നത്? ഞാൻ നിന്നെ കുറേ മിസ് ചെയ്യും കേട്ടോ. നമ്മുടെ ആ നല്ല മൊമെൻറ്റ്സൊക്കെ ഒരുപാട്. കൃഷ്ണ പുഞ്ചിരിച്ചു. ആദത്തിനോടും ധ്രുവയോടും അഗ്നിയോടും അച്യുതനോടും എല്ലാം യാത്ര പറഞ്ഞു. തേജസ് ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഏട്ടത്തി പോവാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും യാത്ര പറഞ്ഞ് കൃഷ്ണ ആദിക്കൊപ്പം കാറിൽ കയറി. അവൻ കാണാതെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. തേജസും ആദിയും കൃഷ്ണയും മാത്രമേ ആ കാറിലുണ്ടായിരുന്നുള്ളൂ. വെളുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരൻ. അവനെ അവൾക്ക് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. ഏട്ടത്തിയമ്മയ്ക്ക് എന്നെ അറിയോ? ഞാൻ തേജസ് കൃഷ്ണ, അപ്പൂന്ന് വിളിക്കും. ആദിയേട്ടൻ്റെ വല്യച്ഛൻ്റെ മോനാ. ഓ, അമ്മു പറഞ്ഞിരുന്നു. ആളെ ഇപ്പോഴല്ലേ കാണാൻ പറ്റിയത്. നൈസ് ടു മീറ്റ് യു. ഏട്ടത്തിയമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലേ? സാരമില്ല, അവിടെ എല്ലാവരോടും കുടുംബം മാറിക്കോളും, തേജസ് പുഞ്ചിരിയോടെ പറഞ്ഞു. ആദിക്കൊരു മാറ്റവുമില്ല. അവൻ മിണ്ടാൻ കൂട്ടാക്കുന്നത് കൂടിയില്ല. അവൾക്ക് അത്ഭുതം തോന്നി. അത്യാവശ്യം നല്ല ദൂരമുണ്ടായിരുന്നു ആദിയുടെ വീട്ടിലേക്ക്. ഈ നേരമൊക്കെയും അവളുടെ മനസ്സ് നിറയെ അച്ഛൻ്റെ ഓർമ്മകളായിരുന്നു. ഒരു പെൺകുട്ടി കൊതിക്കുന്ന സ്നേഹം. 9 വയസ്സുവരെ അവളുടെ ലോകം തന്നെ അവളുടെ അച്ഛനായിരുന്നു. അച്ഛൻ അവളെ പാടത്ത് കൊണ്ടുപോവുകയും കൊഞ്ചിക്കുകയും ചെയ്തു. പക്ഷേ ഒരിടവെച്ച് നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതം താളം തെറ്റി. അച്ഛനും അമ്മയും ഏതു നേരവും അടിയും ബഹളവും. പിന്നീട് എപ്പോഴോ ഇറങ്ങിപ്പോയ അച്ഛനെ അവൻ കണ്ടിട്ടില്ല. അതൊക്കെ ഓർത്ത് പല രാത്രിയിലും അമ്മ കണ്ണീർ വാർക്കുമായിരുന്നു. അവർ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്ന് ഇപ്പോഴും അവൾക്ക് വലിയ ധാരണയില്ല. പലതവണ ചോദിക്കുമ്പോഴും ലക്ഷ്മിയമ്മ ഒഴിഞ്ഞുമാറി. എത്രയൊക്കെ പിണക്കമുണ്ടെങ്കിലും സ്വന്തം മകളുടെ കല്യാണത്തിന് അച്ഛൻ വരാതിരിക്കുമോ? അറിഞ്ഞെങ്കിൽ ഉറപ്പായും വരേണ്ടതാണ്. ഓരോന്നോർത്ത് അവൾ ചെറുതായൊന്ന് മയങ്ങിപ്പോയി. ആദ്യ പതിയെ അവളെ തട്ടിയപ്പോഴാണ് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നത്. വെള്ള പെയിന്റ് പൂശിയ വലിയ 2 നില മാളികൾക്ക് മുന്നിൽ കാറ് നിന്നു. കൃഷ്ണയുടെ കണ്ണുകൾ വിടർന്നു. വീടിൻ്റെ പറമ്പ് തന്നെ എത്രയോ ഏക്കർ ഉണ്ടെന്ന് അവൾ ഊഹിച്ചു. വീടിൻ്റെ മുൻവശത്ത് നിറയെ പലതരത്തിലുള്ള ചെടികൾ വെച്ച് അലങ്കരിച്ചിരുന്നു. കാർ പ്രവേശിച്ച വഴിയുടെ ഇരുവശത്തും ധാരാളം മരങ്ങൾ തണൽ പരത്തി നിന്നു. ഗാർഡൻ ഏരിയയിൽ ഊഞ്ഞാലും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീടിൻ്റെ ആഡംബരത്തിലും വലിപ്പത്തിലും കണ്ണു തള്ളിയിരുന്ന കൃഷ്ണയുടെ കൈ പിടിച്ച് ആദി കാറിന് പുറത്തേക്കിറങ്ങി. ആദിയുടെ ഒപ്പം അവൾ ആ വലിയ വീടിൻ്റെ മുന്നിലെത്തി. ആ വീട് അവൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ആരതി ഒഴിഞ്ഞു. നിലവിളക്കും പിടിച്ച് കൃഷ്ണ അകത്തേക്ക് വലതുകാൽ വെച്ചു കയറി. ആദിയുടെ മുഖത്ത് പുച്ഛം വിരിഞ്ഞതറിയാതെ അവൾ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. മനോഹരമായി കൊത്തുപണികൾ ചെയ്ത വലിയൊരു മാളിക, വിശാലമായ ഡൈനിങ് ഹാളിൽ സോഫയും ദിവാൻ കോട്ടും, അല്പം മാറി ടേബിളും കുറേ കസേരകളും. എത്ര മുറികളുണ്ടെന്ന് എണ്ണുകയായിരുന്നു കൃഷ്ണ. ആ ഹാൾ അവളുടെ വീടിൻ്റെ അത്രയും ഉണ്ടെന്ന് അവൾ ഓർത്തു. മുകളിലേക്ക് കയറാൻ 2 സൈഡിൽ നിന്നും സ്റ്റെയർ ഉണ്ട്. സ്റ്റെയറിന് സൈഡിൽ കല്ലിൽ കൊത്തിവെച്ച പ്രതിമ. അതിലേക്ക് വെള്ളം വീണുകൊണ്ടിരുന്നു. ഇലക്ട്രിക് കണക്ഷൻ കൊടുത്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവളെ ആരുഷി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഏട്ടത്തിയമ്മേ, ഇതാണ് മുറി, ഒന്ന് ഫ്രഷ് ആയിക്കോ. വൈകിട്ടൊരു പാർട്ടിയുണ്ട് ഇവിടെ, മാനസേച്ചി വരും ഒരുക്കാൻ, വേഗം ചെല്ല്. കൃഷ്ണയെ അവൾ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ മുറിയിലേക്ക് കയറി. വെള്ള ടൈൽസ് ഇട്ട വലിയ മുറി. ചുവരിലൊക്കെ പലതരത്തിലുള്ള ഡെക്കറേഷൻസ്. വലിയ അലമാര, വാർഡ്രോബ്, കബോർഡ്, AC, സോഫ, ഫാമിലി കോട്ട്, അറ്റാച്ച്ഡ് ബാത്റൂം. ആ വിശാലമായ മുറിയിലുള്ള സാധനങ്ങൾ കണ്ട് അവളുടെ കണ്ണ് തള്ളി. റൂമിൻ്റെ അങ്ങേതലയ്ക്കൽ ഒരു ഡോർ. അവൾ അതിന് സമീപം ചെന്നു. അത് ലോക്കായിരുന്നു. പക്ഷെ ഗ്ലാസ് ഡോറിലൂടെ കാണാം. ബാൽക്കണിയാണ്. ഒരു ചെറിയ ടേബിളും ഒരു ചെയറും ഇട്ടിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എത്ര അടുക്കും ചിട്ടയിലുമാണ് വച്ചേക്കുന്നത്. ആ ഒരു മുറിയിൽ വേണമെങ്കിൽ കുറേ പേർക്ക് കഴിയാം, അത്ര വലിപ്പമുണ്ട്. അവൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആദി വന്നത്. നീ ഇതുവരെ ഫ്രഷ് ആയില്ലേ? എന്ത് ചെയ്യുവാടി? ഞാൻ മുറി നോക്കായിരുന്നു. കണ്ടു കഴിഞ്ഞില്ലേ? ഇനി പോയി റെഡിയാവ്, മാനസി ഇപ്പോൾ വരും. അവൾ പിന്നെ അധികം സംസാരിക്കാൻ നിൽക്കാതെ വേഗം ഫ്രഷായി ഇറങ്ങി. അപ്പോഴേക്കും ആദിയും റെഡിയായിരുന്നു. വൈറ്റ് ഷർട്ട്, ബ്ലൂ പാൻറ് ഇൻസേർട്ട് ചെയ്ത് അതേ നിറത്തിലുള്ള കോട്ട് ധരിച്ച് ആകെ ഒരു ഒഫീഷ്യൽ ലുക്കിലാണ് ആദി.
മാനസിയും ആരുഷിയും ആവണിയും അതിഥിയും തുടങ്ങി ഒരു പെൺപടകൾ തന്നെ മുറിയിലേക്ക് വന്നു. ദേ ഒരുക്കുന്നതൊക്കെ കൊള്ളാം, റൂം വൃത്തികേടാക്കിയ എല്ലാത്തിനെയും കൊണ്ട് ഞാൻ നേരെയാക്കും, പറഞ്ഞേക്കാം. അവർക്ക് നേരെ വാണിംഗ് കൊടുത്തവൻ താഴേക്ക് പോയി. കൃഷ്ണേ, ഞങ്ങളെ അറിയോ നിനക്ക്? ഞാൻ മാനസി, ഡോക്ടർ മാനസി. ഓക്കെ, വല്യച്ഛനെ മോള, അപ്പുവിൻ്റെയും യദുവിൻ്റെയും ചേച്ചി. ഇത് അതിഥി, ആവണിയുടെ ചേച്ചി. അവൾ എല്ലാവരെയും പരിചയപ്പെട്ടു. അവരെല്ലാം ചേർന്ന് അവളെ ഒരുക്കി. അവളുടെ മുഖത്തിന് ചേരുന്ന ഫൗണ്ടേഷൻസും ക്രീമും ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയായി മുടി കെട്ടിവെച്ചൊരുക്കി. കൃഷ്ണ തന്നെ അവളുടെ ലുക്ക് കണ്ട് ഞെട്ടി. ലൈറ്റ് ബ്ലൂ കളർ ലഹങ്കയായിരുന്നു അവളുടെ വേഷം. കൊള്ളാം, ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. ഇത് ആദിയുടെ ഓഫീസിലെ സ്റ്റാഫിന് വേണ്ടിയുള്ള ഫംഗ്ഷനാ. ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ പെട്ടെന്ന് കഴിയും, അതിഥി പറഞ്ഞു. അവർ അവളെ താഴേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഗീത അവളുടെ സമീപം വന്നു. അല്ല, ആ സ്വർണ്ണമൊന്നും ഇട്ട് കൊടുത്തില്ലേ? ആന്നും വേണ്ട ചെറിയമ്മേ, ഇതിന് സിമ്പിൾ ഓർണമെന്റ്സ് ആണ് ചേരുന്നത്, അതിഥി പറഞ്ഞു. എന്നാലും അതല്ലല്ലോ ശരി, കെട്ടിക്കൊണ്ട് വന്നതല്ലേ, ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കും. അതൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ മതി, ആദിയുടെ സ്വരം ഉയർന്നു. പിന്നീട് ആരും ഒന്നും പറഞ്ഞില്ല. ആദിയുടെ വല്യച്ഛന്മാരും വല്യമ്മമാരും അവളോട് സംസാരിക്കാൻ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. അധികം പരിചയമില്ലാത്തത് കൊണ്ട് അവൾ ഒരുപാടൊന്നും മിണ്ടിയില്ല. ഒരു അപരിചിതത്വം. അല്പനേരത്തിനുള്ളിൽ ഫംഗ്ഷൻ തുടങ്ങി. ആദിയുടെ ഓഫീസ് സ്റ്റാഫും ഫാമിലിയും ഉണ്ടായിരുന്നു. ആദി കൃഷ്ണയുടെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറി. തുടരും. കഥയുടെ അടുത്ത ഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്ദി.